കുറേ ദിവസമായി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതോണല്ല, ഇതോണാണല്ലോ, ഓക്കെ അല്ലേ? അപ്പോൾ കുറേ ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കാന്ന് പറഞ്ഞില്ല. അപ്പം ഇന്നത്തോട് കൂടിയിട്ട് ഞാൻ വളരെ എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഇടതുപക്ഷ പ്രസ്ഥാനം ഏറ്റവും അതിശക്തമായ സമരം നടത്തിയ ഒരു കേസായിരുന്നു സോളാർ കേസ്. ആ സോളാർ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും ഇവിടെ അതിലെ കേസുമായി ബന്ധപ്പെട്ട വാദികൾക്ക് നീതി കിട്ടിയില്ല എന്നുമൊക്കെയുള്ള ഒരു ചർച്ച ഇന്നും രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പം സോളാർ കേസ് കയറി വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അയച്ച ആ കേസിനെ സംബന്ധിച്ച് അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് മെസ്സേജാണ് നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാനുള്ളത്. വളരെ പ്രധാനമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആ പാർട്ടി നടത്തിയ ഏറ്റവും നീണ്ടുനിന്ന അതിശക്തമായ ലക്ഷക്കണക്കിന് സഖാക്കൾ തിരുവനന്തപുരം വരെ വന്ന് പട്ടിണി കിടന്ന് ക്യാമ്പ് ചെയ്ത് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നടത്തിയ ധീരോദാത്തമായ സമരം നമ്മളാരും മറന്നിട്ടില്ല. ആ സംവിധാനത്തെയും ആ പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഈ ഫോൺ സന്ദേശത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതിന്റെ പ്രധാന ഉത്തരവാദി ഈ പറയുന്ന MR അജിത് കുമാർ ആണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാം അദ്ദേഹം. അതൊക്കെ ഇനി അന്വേഷിക്കുന്ന, നാളെ ഇതിനൊക്കെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇന്നലെയും മിനിയാന്നുമായി ഞാൻ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ഒരു ഒറ്റ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഞാൻ പൂർണ്ണമായിട്ടും വാർത്തകളൊന്നും കേട്ടില്ല, എൻ്റെ അനലൈസ് റിപ്പോർട്ടുകൾ കേട്ടില്ല. രാത്രി 11:30 മണിക്ക് റിപ്പോർട്ടർ ടിവിയിലെ പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ ഇന്നലത്തെ പത്രസമ്മേളനവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ, അതായത് ചില കാര്യത്തിൽ ഞാൻ ഹോംവർക്ക് ചെയ്യാതെയാണോ, കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, ഹോംവർക്ക് ചെയ്യാതെയാണോ ഈ വിഷയങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുകയാണ്. അപ്പം അതിലൊരു ക്ലാരിഫിക്കേഷൻ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് സാജൻ സ്കറിയ വിഷയത്തിൽ, ഈ വയർലെസ് ചോർത്തിയ വിഷയമല്ലാത്ത ഒരുപാട് കേസുണ്ട്, അതവിടെ നിൽക്കട്ടെ, വിഷയത്തിൽ ഇതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് പറഞ്ഞ് ഈ പറയുന്ന വീഡിയോ ഉൾപ്പെടെയാണ് ഞാനന്ന് DGPക്ക് കത്ത് നൽകുന്നത്. അങ്ങനെ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ ഈ പറയുന്ന MR അജിത് കുമാറുമായി സംസാരിച്ചപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് എവിഡൻസ് ആക്ടിലെ 2000-66F നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു വെറുപ്പ് വന്നുണ്ടോ? എന്താ ചങ്ങാതി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊരു വളരെ പ്രധാനമായൊരു വിഷയമാണ്. 66F നിൽക്കില്ല എന്ന് അദ്ദേഹം ഒരു വാദം ഉന്നയിച്ചു. അപ്പം ഞാൻ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്, നമ്മളെ വക്കീൽമാരെടുത്ത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ആ സെക്ഷനെ കുറിച്ചും ആ ആക്ടിനെ കുറിച്ചും എന്തിനാണ് ഇത് ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരു പണി ചെയ്യാം, അത് ലീഗൽ ഒപ്പീനിയന് കൊടുക്കാം ഹൈക്കോടതിയിൽ. ഞാൻ മനസ്സിലാക്കുന്നത് ലീഗൽ ഒപ്പീനിയൻ കൊടുത്തു, ലീഗൽ ഒപ്പീനിയൻ തിരിച്ചു കൊടുത്തു. എന്താ ലീഗൽ ഒപ്പീനിയൻ? ഈ പറയുന്ന 2000-ലെ ഈ ആക്ട് 66F പറയുന്നത് പോലീസ് സേനയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള സേനകളുടെ ലോ ആൻഡ് ഓർഡറോ അല്ലെങ്കിൽ ഈ രാജ്യം കാക്കുന്നവരെ ഏത് സേനയായാലും അവരുടെ മെസ്സേജുകൾ ചോർത്തപ്പെട്ടാൽ അത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടാണ്, ഇലക്ട്രോണിക്സ് എവിഡൻസ് ആക്ടിലാണ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഈ പറയുന്ന
വയർലെസ് സിസ്റ്റവും അവർ കൊടുത്ത ഒപ്പീനിയൻ തന്നെ അങ്ങനെയാണ്. വെദർ ഇറ്റ് ഈസ് കണക്റ്റഡ് ഓർ ഇന്റഗ്രേറ്റഡ് വിത്ത് ദ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ സിസ്റ്റം ഇറ്റ് വിൽ അട്രാക്ട്. അത് കമ്പ്യൂട്ടറുമായി സോഫ്റ്റ്വെയറുമായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കറിയില്ല. ഈ ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുന്ന വക്കീലിന് അറിയില്ല, DGPക്ക് അറിയില്ല, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. അദ്ദേഹം പറഞ്ഞു വെദർ ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് വിത്ത് വയർലെസ് ആൻഡ് ദ കമ്പ്യൂട്ടർ, വെദർ ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ കമ്പ്യൂട്ടർ സിസ്റ്റം, സോഫ്റ്റ്വെയർ സിസ്റ്റം, ഇറ്റ് വിൽ അട്രാക്ട് 66F ആണ്. അപ്പൊ പിന്നെ അത് പരിശോധിക്കേണ്ട ആരാ? പോലീസാണ്. ഇന്റഗ്രേറ്റഡ് ആണ് കേരളത്തിൽ. ആ ഇന്റഗ്രേറ്റഡ് ആണെങ്കിൽ അത് പ്രകാരം കേസെടുക്കണം. അപ്പോ ഡോക്ടർ അരുൺ പറഞ്ഞത് അങ്ങനെ ഒരു ഒപ്പീനിയൻ വാങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന് MLA പരിശോധിച്ചിട്ടില്ല എന്നാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ലീഗൽ ഒപ്പീനിയൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പരിശോധിക്കണം. പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ, അതിന് ഒരു വിവരാവകാശം കൊടുക്കണം നിങ്ങൾ DGP ഓഫീസിൽ. ഞാൻ അങ്ങനെ വെളിവില്ലാതെ പറഞ്ഞ കാര്യമില്ല, എൻ്റെ ബോധ്യത്തിൻ്റെയും എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്. പ്രിയപ്പെട്ട അരുൺ അത് അന്വേഷിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, വിജിലൻസ്, അതായത് നമ്മുടെ നിയമസഭാ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം, തിരുവനന്തപുരം സ്വദേശി ആഫീസാണ് വിജിലൻസ് കോടതിയിൽ ഈ പ്രസംഗത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പെറ്റീഷൻ പോകുന്നത്. അങ്ങനെ വിജിലൻസിനോട് പ്രഥമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ പ്രഥമ റിപ്പോർട്ടിലാണ് ഇതിലൊരു കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് ക്രൈംബ്രാഞ്ച് ഇത് ഫയൽ ചെയ്യുന്നത്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, എന്നോട് ചോദിച്ചില്ല, കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്ന്. അപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞത് അത് ക്രൈംബ്രാഞ്ച് വേറെ ADGP ആണ്. ഞാൻ ആ സമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട് അത് വേറെ ADGP എന്ന് എനിക്കറിയാം. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് സൂപ്പർ DGP ആണ് ആര്? അജിത് കുമാർ. അദ്ദേഹം എല്ലാത്തിലും ഇടപെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ടോർപ്പിഡ് ചെയ്യപ്പെട്ടത് ഞാൻ പറഞ്ഞു. അപ്പോ ഞാനൊരു ബോധവും വിവരമില്ലാതെ അല്ല അത് പറഞ്ഞത്. ആ കാര്യം കൂടി അതിൽ ആ സമ്മേളനത്തിൽ ഞാൻ എവിടെയോ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം നിങ്ങളെയും കൂടി അറിവിലേക്ക്, പ്രിയപ്പെട്ട അരുണിന്റെയും കൂടി അറിവിലേക്കാണ്. എവിടെയാ വിനോദ് കുമാർ? ക്രൈംബ്രാഞ്ച് ADGP വിനോദ് കുമാർ ആയിരുന്നു അന്ന് ഞാൻ ഈ പരാതി ഓഫീസ് കൊടുക്കാം. അദ്ദേഹം രാജിവെച്ചു പോയി. പക്ഷെ ഞാൻ പോലീസിലേ ഇല്ലപ്പോ, മനസ്സിലായോ? അദ്ദേഹം പോയി. അങ്ങനെ അതിന്റെ കാരണം എന്താ നിങ്ങൾ അന്വേഷിച്ചോളൂ. അപ്പൊ ഞാൻ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാണ്. മറ്റൊരു കാര്യം, നിങ്ങൾ ഒരുപാട് പണി നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു പണി തരാണ്. എനിക്ക് കിട്ടിയൊരു വിവരമാണ്. കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ രേഖകൾ കിട്ടിയിട്ടില്ല. നിങ്ങൾ അന്വേഷിക്കണ്ടേ? ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യം. നിങ്ങൾക്കൊക്കെ തിരുവനന്തപുരത്തൊക്കെ സ്റ്റുഡിയോവും സ്റ്റാഫൊക്കെ ഉള്ളവരല്ലേ. നമ്മുടെ ഈ ADGP അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാനമല്ലേ. ആ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി സാഹിബ് വീടുള്ളത്. കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിന്റെ ഹെലിപ്പാഡുള്ളത്. അതിന് തൊട്ടടുത്ത് 10 സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലാണ്. ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഏകദേശം വിവരം കിട്ടുന്നത്. ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ട് ഒരുപക്ഷെ ഇന്ന് കിട്ടുമായിരിക്കും. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 12,000 സ്ക്വയർ ഫീറ്റ് ആണോ 15,000 സ്ക്വയർ ഫീറ്റ് ആണോ എന്ന് നമുക്ക് വിവരം തന്ന ആളുകളടുത്ത് കൃത്യമായ വിവരമില്ല. അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ. അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ പോയി നോക്കും. ആ നാട്ടുകാർക്കൊക്കെ അറിയത് ഈ ചങ്ങാതിൻ്റെതാണെന്ന്. കവടയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 തൊട്ട് 75 ലക്ഷം രൂപയാണ് മിനിമം. MA യൂസുഫ് അലി സാഹിബ് വീടുണ്ടാക്കാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ എവിടെയാണെന്ന് ഇപ്പം നമുക്ക് ഊഹിക്കാലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഒരു അഴിമതിയില്ല, ഒരു കള്ളക്കച്ചവടം ഇല്ല. ഈ ചെരുപ്പേ ഇടുള്ളൂ, 25 രൂപേന്റെ കുപ്പായ ഇടൂ, ഒരു കീറി പറഞ്ഞ പാൻറ്റേ ഇടുള്ളൂ. പാവപ്പെട്ട ADGP. അപ്പൊ ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കണം.
എന്നിട്ട് എനിക്ക് അതൊന്ന് ടി വിയിലൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെ ഒന്ന് വിളിച്ച് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാന വിഷയം നിങ്ങളുമായി പങ്കുവെച്ചപ്പം കൊന്നും കൊല്ലിച്ചും എഡിജി ശ്രീദാസ് തന്നെ പറയുന്നുണ്ട്, വേണ്ടി വന്നാൽ കൊല്ലാനും കൊല്ലിക്കാനും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ കേട്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിൽ പ്രധാനമായി ഞാൻ സൂചിപ്പിച്ചിരുന്ന എടവണ്ണ കേസായിരുന്നു. എടവണ്ണയിൽ നിദാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തലക്ക് വെടിയേറ്റ് മരണപ്പെട്ട ഒരു സംഭവം ഏകദേശം 1.5 വർഷം മുമ്പാന്ന് തോന്നുന്നു എനിക്കുണ്ട്. എൻ്റെ നാട്ടിൽ, എൻ്റെ അടുത്താണ്, 1-2 കിലോമീറ്റർ. അന്നേ ഇതിൻ്റെ ദുരൂഹതകൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു ഈ പറഞ്ഞ പോലെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ പോയിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, ആ മരിച്ച റിദാന്റെ ഭാര്യയെയും കുടുംബത്തെയും ഇന്നലെ ഞാൻ കണ്ടിരുന്നു. വിശദമായി ആ കുട്ടിയോട് ഈ കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ചു, ചോദിച്ചു. ആ കുട്ടി പറയുന്നു, ഇപ്പോൾ ആ കേസിൽ ബുക്ക് ചെയ്തിട്ടുള്ള പ്രതിയായി ഇവർ കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഷാൻ ഒരിക്കലും അത് ചെയ്യൂല. എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, അവരത്രയും സ്നേഹത്തിലാണ്, ഒരു കാരണവശാലും എനിക്ക് ചെയ്യാൻ കഴിയില്ല. കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട കുടുംബം, അവന്റെ പേര് ഷാനാണ് ഇതിലെ പ്രതി, അവരുമായി ബന്ധപ്പെട്ടു എന്ന് സംസാരിച്ചു. അവര് തീർത്തും പറയുന്നു ആ കാര്യം ഈ ഷാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ ഷാൻ പ്രതിയാക്കപ്പെട്ടു? ഈ പെൺകുട്ടിയോട് ഈ മരണം നടന്ന് പിറ്റേന്റെ പിറ്റേ ദിവസം പോലീസ് വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിൽ വരും. അവരെ കൊണ്ട് എന്താ പറയിപ്പിക്കാൻ നോക്കിയെന്നറിയാം. ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിയുമായി, ഷാനുമായി അവർക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നവർ സമ്മതിച്ചു കൊടുക്കണം. ആ അവിഹിത ബന്ധത്തിന്റെ ഭാഗമായി അവളുമായി ഒരുമിച്ച് ജീവിക്കാൻ അവരുടെ ഭർത്താവിനെ അവരുടെ കാമുകൻ ആണ് എന്ന് ഇവർ പറയുന്ന ഈ ഷാൻ വെടിവെച്ചു വന്നാണ്. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വളരെ ഭീകരമായി 3 ദിവസം പോലീസ് മർദ്ദിച്ചു. കുട്ടി, നിങ്ങൾ വെളിച്ചം കാണില്ല, നീ സെൻട്രൽ ജയിലിലേക്കാണ് ഇവിടുന്ന് പോകുന്നത്, നീ അത് സമ്മതിച്ചാൽ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ നോക്കാം, അതുകൊണ്ട് നീ അത് സമ്മതിക്കണം. ഞാൻ ജയിലിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു ആ കുട്ടി. അങ്ങനെ അത് അവരെ സമ്മതിച്ചു കൊടുക്കാത്തതുകൊണ്ട് വേറൊരു വൈരാഗ്യം ഉണ്ടാക്കി. ഒരു സ്റ്റോറി, ഓൾ ബിൽറ്റപ്പ് സ്റ്റോറി എന്റെ കയ്യിലുണ്ട്. ഞാൻ ആ ഫുൾ ഫയൽ എടുത്ത് ആ കേസ് പഠിച്ചതാ. ഒക്കെ കുക്കപ്പ് സ്റ്റോറിയാ. അത് കഴിഞ്ഞ് കൊന്നു എന്ന് പറയുന്ന ഈ ഷാന്റെ കുടുംബം ആ പയ്യനെ 3.5 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ട് വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. 3.5 ദിവസം, ഈ സംഭവം നടന്ന 3.5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ അതിമൃഗീയമായി വർദ്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഇവളുമായി ബന്ധമുണ്ട്, അവിധ ബന്ധമുണ്ട് എന്ന് സമ്മതിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തി. അവനും അത് സമ്മതിച്ചില്ല. പിന്നീട് ഈ മരിച്ച റിദാനുമായിട്ട് വേറെ ചില വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ വിശദീകരിക്കാൻ കഴിയില്ല, കാരണം ഇപ്പം തെളിവിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കുക്കപ്പ് സ്റ്റോറി ഉണ്ടാക്കി ആ വൈരാഗ്യത്തിനാണ് ഇവനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് കേസ് അവിടെ ബ്രേക്ക് ചെയ്യണം. ഈ സംഭവം നടന്നു. ഈ പറയുന്ന ഷാൻ തന്നെയാണ് ഈ മരിച്ച റിദാന് 7 മണിക്ക് അവർ ഒരുമിച്ച്, അതാണ് ആകെ തെളിവ്, വൈകുന്നേരം 7 മണിക്ക് അവർ ഒരുമിച്ച് ഇറങ്ങി എന്നുള്ളത്. അതുമെന്ന് അങ്ങോട്ട് സ്റ്റോറി കുക്ക് ചെയ്യാം. ഒരുമിച്ച് പോയി എന്നുള്ളത് ശരിയാണ്. അവർ ചായ കുടിച്ചു. അവരൊരു വണ്ടി വാടകയ്ക്ക് എടുത്തിരുന്നു, റെന്റേക്കാറിന്, ഈ കൊണ്ടോട്ടി ഭാഗത്തുനിന്ന്. അവിടെ ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ ഫ്രണ്ടിന് വേണ്ടി, മരിച്ചവന്റെ ഫ്രണ്ടിന് വേണ്ടി എടുത്ത വണ്ടിയിരുന്നു. അപ്പൊ ആ പൈസ എത്തിയപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ വിളിച്ചത്. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇവനെയും കൂട്ടി ഇറങ്ങി ജാമിയ കോളേജിന്റെ അവിടെ എത്തി. അവരൊരു ചായ കുടിച്ച്, ഒരു സിഗരറ്റ് വലിച്ച്
പോകാൻ വണ്ടിയില്ല. ഈ വന്നവന്റെ സ്കൂട്ടറിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ വേറൊരു വണ്ടിയും കാത്തു നിൽക്കുകയാണ്. അതിനിടയിൽ ഇവന് ഫോൺ വന്നു എന്ന് പറഞ്ഞു, ഈ മരിച്ചവന്. അപ്പോൾ ആ ഫോൺ കട്ട് ചെയ്തിട്ട് ഈ ഷാനിനോട്, ഈ കൊന്നു എന്ന് പറയുന്നവനോട് പറഞ്ഞു നമ്മളൊന്ന് പോകുന്നില്ല, എനിക്കിൻ്റെ വേറെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്നുണ്ട്. ഇവരവിടുന്ന് പിരിയാണ്. ഇവനീ സ്കൂട്ടർ ഓടിച്ചവൻ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഈ പറയുന്ന ഇവന്റെ വീട്ടിന് തൊട്ടടുത്ത മലന്റെ മുകളിലാണ് കുന്നുപുറത്തെ സംഭവം ഉണ്ടായത്, നിങ്ങൾക്കറിയാം. അപ്പൊ ആ വീട്ടിൽ നിന്ന് ഇവന്റെ കൂടെ വന്നു എന്ന ഒറ്റ കാരണം വെച്ചിട്ടാണ് ഇവനെ ഇതിൽ പ്രതിയാക്കുന്നത്. അപ്പോ അതിനൊരു പ്രധാന കാരണമായിട്ട് പോലീസുമായി ബന്ധപ്പെട്ട, ഇൻവെസ്റ്റിഗേഷൻ ടീമുമായി ബന്ധപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ മരിച്ചവൻ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കരിപ്പൂരിൽ നടക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ അവന്റെ കയ്യിലുണ്ട്. അവന്റെ ഫോണ് വേറൊരു കേസിൽ കുടുക്കിയോട് തട്ടിയെടുക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തി. അതിൽ പരാജയപ്പെട്ടു. മാത്രമല്ല, ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാനിത് വെളിപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ നീ പൂർണ്ണമായിട്ടും വരാൻ പോകുന്ന അന്വേഷണത്തിൽ പരിധിയിൽ വരേണ്ടതാണ്. അങ്ങനെ ആ ഒരു മോട്ടീവിലാണ് ഇവനെ കൊല്ലിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ സൂചിപ്പിക്കുന്നത്. കാരണം അത് വരുന്നത് സുജിത്ദാസിന്റെ അടുത്തേക്കാണ്. അപ്പൊ ആര് കൊന്നു, എങ്ങനെ കൊന്നു? പിന്നെ ഈ സംഭവം കഴിഞ്ഞ ഉടനെ അന്ന് വൈകുന്നേരം തൊട്ട് ഈ പറയുന്ന കൊന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ വീടും നാടും ഓഫീസും അവനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ പോലീസ് അരിച്ചു പെറുക്കിയിട്ടുണ്ട്. 3.5 ദിവസം കഴിഞ്ഞിട്ട് അവനോട് പറയാണ്, നിന്നെ വീട്ടിലൊന്ന് കൊണ്ടുപോകണം, വീട്ടിലൊരു പോയി വരേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ഇവര് സെർച്ചിന് പോവുക, ഏത് തോക്ക് കണ്ടെത്തണല്ലോ. പോലീസ് അരിച്ചു പറിക്കുക. 2-3 ദിവസമായിട്ട് പോലീസ് അരിച്ചു പറിക്കുക. പോലീസിന്റെ അറ്റൻഷനുള്ള വീടാണ്. ആ വീടിന്റെ അകത്തേക്ക് കയറുന്നു, റൂമിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ പെട്ടെന്ന് കട്ടിലിന്റെ ചുവട്ടിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ കാണുന്നു. ഒരു പോലീസുകാരൻ കാലുകൊണ്ട് ഇങ്ങനെ തട്ടി, അതാ കിടക്കുന്നു തോക്ക്. അങ്ങനെ തോക്ക് റിക്കവറി. ഈ ഫാസിലിന്റെ മരിച്ചവന്റെ കയ്യിൽ 2 ഫോണുണ്ട്. ഒരു ഫോണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേഷനിലെ ഫോണാണ് അറിയാൻ കഴിഞ്ഞത്. ഒന്നാമൻ സാധാരണ ഉപയോഗിക്കുന്ന ഫോൺ. ഈ 2 ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസ് റിക്കവറി ഇല്ല. അപ്പോ ഈ 2 ഫോണും ഇവനെടുത്തു. ആര്? ഈ പേരന്റെ കൺഫ്യൂഷനോ, ഈ കൊന്നു എന്ന് പറയുന്ന എന്താണ്, ഷാൻ. അത് ചാലിയാർ പുഴയിൽ എറിഞ്ഞു എന്ന് നീ പറയണം. എടവണ്ണ പാലത്തിന്റെ മുകളിൽ നിന്ന് എടവണ്ണ പാലത്തിലൂടെയാണ് വീട്ടിലേക്ക് പോവാ. അങ്ങനെ അവൻ അവിടെ കൊണ്ടുവരുന്നു, പാലത്തിൽ നിർത്തുന്നു. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങോട്ടാണ് എറിഞ്ഞതെന്ന് പറയുന്നു. ഭയങ്കര സ്കൂബ ടീം വരുന്നു. 3-4 ദിവസം മുങ്ങുന്നു, പൊങ്ങുന്നു. ഒരു സംഭവമില്ല. നോക്ക്, എവിഡൻസ് പോയി. 2 ഫോണും മിസ്സിങ്ങാ. ഏറ്റവും വലിയ തെളിവുള്ള സാധനം അതാണ്. ഇങ്ങനെ കുക്കപ്പ് ചെയ്ത കേസ് ഞാൻ മറ്റിലേക്ക് കിടക്കുന്നില്ല. ഞാനത് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം ആ വിഷയം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം.